അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ വധിക്കാൻ ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ ഇസ്രായേൽ അമേരിക്കയ്ക്ക് പലതവണ നൽകിയതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. The soul of royal art, Kairali Jewelers. സ്പൈനർ ആക്രമണം മുതൽ തന്നെ പൊതുപരിപാടികൾക്കിടയിലുള്ള ആക്രമണ സാധ്യതയും അത് വിമാനയാത്രകൾക്കിടയിലുള്ള മിസൈൽ ഭീഷണിയും വരെ ഇസ്രായേൽ അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പായി തന്നെ നൽകിയിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. തുർക്കി സന്ദർശനത്തിനിടെ തന്നെ എയർഫോഴ്സ് 1 മാറ്റി മറ്റൊരു വിമാനത്തിൽ ട്രംപിനെ രഹസ്യമായി തന്നെ യാത്രയ്ക്കായി തന്നെ അവിടെ എത്തിച്ചതും അസാധാരണ സുരക്ഷാ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ നൽകിയ വിവരങ്ങളെ സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA കഴിഞ്ഞിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. അതായത് ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പുകൾ അതീവ ഗൗരവത്തോടുകൂടി തന്നെ അമേരിക്ക സ്വീകരിച്ചെങ്കിൽ പോലും അവിടെ ഭീഷണിയുടെ വ്യക്തമായ ഒരു തെളിവുകളിൽ അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനത്തിന് പൂർണ്ണ ഉറപ്പില്ല എന്നതാണ് സൂചന. ഈ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് തുർക്കി സന്ദർശനത്തിനിടെ തന്നെ ട്രംപിന്റെ സുരക്ഷയിൽ തന്നെ അസാധാരണമായ മാറ്റങ്ങൾ വരുത്തിയതായും റിപ്പോർട്ടുകൾ ഉയരുന്നത്. എയർഫോഴ്സ് 1 ഉപയോഗിച്ചുള്ള യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പദ്ധതികളിൽ അവസാന നിമിഷം മാറ്റം വരുത്തുകയും ട്രംപിനെ മറ്റൊരു വിമാനത്തിൽ രഹസ്യമായി തന്നെ യാത്രയ്ക്ക് ഒരുക്കുകയും ചെയ്ത സംഭവം പിന്നീട് വലിയ ചർച്ചയായി മാറിയിരുന്നു. ജൂലൈയിൽ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് മുൻപേ തന്നെ ലഭിച്ച മുന്നറിയിപ്പാണ് ഏറ്റവും ഗുരുതരമായതെന്നതാണ് റിപ്പോർട്ട്. ട്രംപിന്റെ യാത്രയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ മിസൈൽ ആക്രമണ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്നുകൊണ്ടാണ് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രത പുലർത്തിയത്. ഇപ്പോൾ ഉയരുന്ന നിർണായക ചോദ്യം ഇതാണ്: ട്രംപിന് നേരെ യഥാർത്ഥത്തിൽ ഇറാന്റെ ആക്രമണ പദ്ധതി ഉണ്ടായിരുന്നോ, അതോ തെളിവുകൾ സ്ഥിരീകരിക്കപ്പെടാത്തത് തന്നെ ഒരു ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ സുരക്ഷാ സംവിധാനം അവിടെ അതീവ ജാഗ്രതയിലേക്ക് മാറിയോ എന്നതാണ്. ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്, CIA സംശയം, അതുപോലെ ട്രംപിന്റെ അസാധാരണ വിമാനയാത്ര, ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ പശ്ചാത്തലം എല്ലാം ചേർന്നുകൊണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ദുരൂഹതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ട്രംപിന്റെ നേരെയുള്ള ഭീഷണി യാഥാർത്ഥ്യമാണോ, അതോ ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇന്റലിജൻസ് യുദ്ധത്തിന്റെ ഭാഗമാണോ എന്നതും ചോദ്യങ്ങളാവുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ചോദ്യത്തിന് കൂടുതൽ വ്യക്തത ലഭ്യമാകുമെന്നത് തന്നെയാണ് ഇവിടെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ഇന്റലിജൻസ് CIA അതൃപ്തി ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. അതുമാത്രമല്ല, 2020 ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനെതിരെ ട്രംപ് അവിടെ വധിച്ചതിന് ഇറാൻ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും US ഇന്റലിജൻസ് വിലയിരുത്തലുകൾ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേൽ നൽകിയ നിർദ്ദിഷ്ട ഭീഷണികളിൽ CIA കുറഞ്ഞ വിശ്വാസ്യത മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ സജീവമായി തന്നെ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്നതായിരുന്നു US ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ. എന്നാൽ ഈ റിപ്പോർട്ടുകൾ മറികടന്നുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ഇറാനിൽ കനത്ത സൈനിക ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിച്ചതിന് പിന്നിൽ തന്നെ അവിടെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചുവെന്ന ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പുകൾ വലിയ സ്വാധീനം ചെലുത്തുന്നതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇറാൻ വിഷയത്തിൽ US നയങ്ങളെ സ്വാധീനിക്കാൻ ഇസ്രായേൽ തങ്ങളുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉപയോഗിച്ചുവെന്ന ആരോപണങ്ങൾ ഇസ്രായേൽ എംബസി വക്താവ് ഇവിടെ തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ വൈറ്റ് ഹൌസും CIA അതുപോലെ ഇവർ വിസമ്മതിക്കുന്നതായതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ അടുത്തിടെ ഉണ്ടായ വധശ്രമങ്ങളുടെയും ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും ഇവിടെ ഇവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.